നമസ്തേ ഓൾ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇസ്കോൺ ടെമ്പിൾ ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ ആദ്യമായിട്ട് പോകുന്ന അമ്പലമാണ്. ഞാൻ ഇതിനു മുൻപ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഈ കാർ പാർക്കിംഗ് ഏരിയയിലൂടെ കയറുന്നത്. അപ്പോൾ പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കാർഡൊക്കെ തരും. ആ കാർഡ് നമ്മൾ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. വണ്ടിയിലും ബാഗിലോ എവിടെയെങ്കിലും വെച്ച് മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. സാധാരണ ഞാൻ ഇതിനു മുൻപ് വന്ന സമയത്തൊക്കെ ഫ്രണ്ട് സൈഡിലൂടെ ഒരു ഗേറ്റ് ഉണ്ട്, അതുവഴിയാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അതുവഴിയിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാണ്. നമ്മൾ കയറുന്ന സമയത്തൊക്കെ ഭഗവാന്റെ കുറേ കോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർ പാർക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൂടെയാണ് ദർശൻ ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫ്രണ്ട് സൈഡ് അല്ല കേട്ടോ. നമ്മൾ കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാവുന്നതാണ്. മാക്സിമം പറ്റുമെങ്കിൽ ഫ്രണ്ട് സൈഡിലൂടെ കയറാനായിട്ട് ശ്രമിക്കുക. ആദ്യമായി വരുന്നവർ മസ്റ്റായിട്ട് അതുപോലെ തന്നെ കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊബൈൽ ഫോൺസ് അലൗഡ് ആണ്. പക്ഷേ അമ്പലത്തിൻ്റെ അകത്തേക്ക്, അതായത് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ ഗോപുരത്തിൻ്റെ അകത്തേക്കൊന്നും ഫോട്ടോഗ്രാഫീസോ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. സപ്പോസ് നിങ്ങൾ അവരുടെ കണ്ണ് വെട്ടിച്ച് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ചീത്ത വിളിക്കും. അങ്ങനെ 1-2 പേരെ അങ്ങനെ പറയുന്നതൊക്കെ കേട്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിൻ ടെമ്പിൾ, അതായത് കൃഷ്ണനും ബലരാമനും രാധാകൃഷ്ണനും അതുമാത്രമല്ല സുഭദ്രയും കൃഷ്ണനുമുള്ള ആ ഒരു മെയിൻ ടെമ്പിളിലേക്ക്, കൃഷ്ണ ടെമ്പിളിലേക്ക് കയറുന്നതിന് മുൻപ് വേറെ 2 ടെമ്പിൾ കവർ ചെയ്തിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടെമ്പിൾ എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയുടെ ടെമ്പിളാണ്. രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ഗോവിന്ദ ഭഗവാന്റെ, അതായത് വെങ്കിടാചലപതിയുടെ ക്ഷേത്രമാണ് കേട്ടോ. ഈ 2 ടെമ്പിൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇസ്കോണിൻ്റെ മെയിൻ ടെമ്പിളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം 2 ഗോപുരം, ഇത് കണ്ടോ, 2 ഗോപുരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 3ാമത്തെ മെയിൻ ടെമ്പിളിലേക്ക് വരുന്നത്. അകത്തേക്ക് വീഡിയോഗ്രാഫീസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ടെമ്പിളിന് അകത്ത് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറേ ഇങ്ങനെ വ്യാപാരങ്ങൾ കാണാൻ സാധിക്കും. അവിടെ കൊന്ത, ജപമാല, മാത്രമല്ല തുളസിമാല ഒക്കെ ഉണ്ട് കേട്ടോ. വ്യാസപീഠം, ഗോമൂത്രം. ഈ കാണുന്നത് നമ്മുടെ എന്താ പറയുക, ലൈഫ് സൈക്കിളാണ്, അതായത് റീബർത്ത് സൈക്കിളാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും പാപത്തിൻ്റെയോ അല്ലെങ്കിൽ പുണ്യത്തിൻ്റെയോ ഫലം നമ്മൾ അനുഭവിക്കാതെയാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് പോയത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി വേറൊരു ജന്മം തരുമെന്ന് കേട്ടിട്ടില്ലേ, അതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ഇസ്കോൺ ടെമ്പിളിൻ്റെ ഹിസ്റ്ററിയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഇസ്കോൺ ടെമ്പിൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മുൻപൊരു വലിയ മല മാത്രമായിരുന്നു, ഒരു കല്ല് മല എന്നൊക്കെ പറയുന്നൊരു കാര്യമായിരുന്നു ഇത്ര. അങ്ങനെ അതിൽ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടായത് എന്നതാണ് കാണിച്ച് അവർ തരുന്നത്, അവരുടെ ഹിസ്റ്ററി അവർ കാണിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് പോകുന്തോറും ഭഗവാന്റെ കുറേ രീതിയിലുള്ള കാര്യങ്ങൾ, ഈ വുഡൻ കാർവിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഭഗവാന്റെ കുറേ രൂപങ്ങൾ, അതായത് തൊട്ടിൽ കെട്ടിയിട്ടുള്ള രൂപങ്ങളും മാത്രമല്ല അങ്ങനെ പല രീതിയിലുള്ള ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ, അതും പഞ്ചലോകത്തിൽ തന്നെ രാധാകൃഷ്ണൻ, പത്മനാഭസ്വാമി, പിന്നെ കൂർമ്മം ഉണ്ട്, പിന്നെ ലിറ്റിൽ കൃഷ്ണ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇങ്ങനത്തെ കുറേ ഐറ്റംസ് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ എന്താ പറയുക, പൂജാമുറി ഡെക്കോർ ഐറ്റംസിൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഭഗവാന്റെ ഫോട്ടോസ് അവൈലബിൾ ആണ്. ആ ഫോട്ടോസും പല രീതിയിലുള്ള ഫോട്ടോസ് ഉണ്ട് കേട്ടോ. പിന്നെ മറ്റ് ആക്സസറീസ് ലൈക്ക് കീ ചെയിന്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും അവൈലബിൾ ആണ്. കളറിങ് ബുക്സ്. പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് പൂജാ റൂം ഐറ്റംസ് ആണ് കേട്ടോ. അതും ഗോൾഡ് പ്ലേറ്റഡ് പൂജാ റൂം ഐറ്റംസ് ആണ് ഉള്ളത്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ക്രേസ് ഒക്കെ തോന്നും കേട്ടോ. പിന്നെ ബാഗുകൾ, ഡ്രസ്സ് ഫോർ മെൻസ് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ് ഉള്ളത്. അത് പല സൈസിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല ഈ ടീഷർട്സുകളുണ്ട്. ഭഗവാന്റെ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത ടീഷർട്സ് ഉണ്ട്. അങ്ങനെ ഇതേപോലെ തന്നെ പഞ്ചലോകത്തിൻ്റെ തന്നെ വേറെ സൈസും ഇതിനകത്ത് ഇവിടെ ഉണ്ട്. പിന്നെ ഭഗവാന്റെ ഫ്ലൂട്ട്, അതായത് അത് വുഡിൽ കാർവ് ചെയ്തതാണ്, അത് അവൈലബിൾ ആണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഫുഡിൻ്റെ സെഷൻ വരുന്നുണ്ട്. ഫുഡ് നമുക്ക് ഭഗവത് പ്രസാദം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ഫുഡ് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. സ്വീറ്റ്സ് ആയിട്ടും അതല്ലാത്ത രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ലസ്സി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് വിശന്ന് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് പോയി കഴിഞ്ഞാൽ. അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ്, ബട്ട് സ്റ്റിൽ നല്ലൊരു വൈബാണ് ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഒരു ഹാളിൽ നമുക്ക് ഇഷ്ടംപോലെ ഭജൻസ് ഒക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ ഭജൻസ് ഒക്കെ കേട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു.
അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല പൊരി വെയിലായിരുന്നു ഗൈസ്. അപ്പോൾ അത് ആ വെയിലും കൊണ്ട് നമ്മൾ ആ അകത്തേക്ക് കയറി കിട്ടുന്ന ഒരു സമയത്തുള്ള സുഖം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അവിടുത്തെ ഭജൻസ് ഒക്കെ കേട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഹാളിൽ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. അപ്പോൾ കാണാൻ പറ്റിയില്ല, ഭഗവാനെ കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും വരാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ തിരിച്ചു മടങ്ങി ഗൈസ്. സോ താങ്ക് യു ഓൾ.